എന്തുമാത്രം ആൾക്കാർ ഉടമ്പടി എടുത്തെങ്കിലും നമ്മുടെ യൂട്യൂബിലെ സബ്സ്ക്രിപ്ഷൻ നിൽക്കണ കണ്ടില്ലേ, അതാണ് എടുക്കണ രീതി അനുസരിച്ച് നിൽക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ 90 ദിവസം കഴിയുമ്പോൾ പിന്നെ അവർ ചിലർ വിട്ടുപോകും. അതെന്ന് പറയുന്നത് അവരുടെ ആ വസ്തു വിൽക്കുന്ന വിഷയത്തിന് മാത്രമാണ് അവർ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് വിഷയബന്ധിയാണ്, അതിൻ്റെ ലക്ഷ്യം ദൈവമല്ല. ചില ആൾക്കാർ പുതുക്കി ആ ഉടമ്പടി ഒരു ജീവിത രീതിയായിട്ട് എടുക്കും. അതുകൊണ്ടാണ് അവർ സിൽവർ ഗ്രേയിലേക്ക് വരണത്. അപ്പോൾ സിൽവർ ഗ്രേയിൽ വരുമ്പോൾ ചില സിൽവർ ഗ്രേക്കാർ ദൈവിക ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അവരുടെ സംഭവം പുതുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ചില സിൽവർ ഗ്രേക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോഴും മകളെ പ്രസവിക്കണം, പിറക്കിടാവിന് ഇംഗ്ലീഷ് മീഡിയത്തിൽ അഡ്മിഷൻ കിട്ടണം, ഇങ്ങനെയുള്ള ആദ്യം എന്താണ് അവിടെ എഴുതിയിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കണം. അപ്പോൾ ഒരു സിൽവർ ഗ്രേ ഇങ്ങനെ അറിയാതെ ആയിപ്പോയതാണ്. അവരുടെ ആധ്യാത്മിക ജീവിതം സിൽവർ ഗ്രേ ആയിട്ടില്ല. അവിടെ സിൽവർ ഗ്രേ ഇങ്ങനെ പത്രം മേടിച്ചും കൊടുത്തും വന്നപ്പോൾ അറിയാണ്ട് ഇങ്ങനെ ഇതിൻ്റെ കളർ വ്യത്യാസം വന്നു പോയതാണ്. അവിടെ ആധ്യാത്മിക ജീവിതം ഇപ്പോഴും കേന്ദ്രീയ വിദ്യാലയത്തിൽ പിറക്കിടാവിന് അഡ്മിഷൻ കിട്ടണമെന്ന് പറഞ്ഞാൽ സിൽവർ ഗ്രേക്കാർ ചിലർ നടക്കുന്നത്. ഞാൻ പറഞ്ഞു അവിടെ പുതുക്കേണ്ട കാര്യമില്ല. കാര്യം എന്താ, ദൈവിക ലക്ഷ്യം അവർ അട്ടിമറിച്ചിട്ടുണ്ട്. ദൈവിക ലക്ഷ്യം കാര്യം ഇത്രയും നാൾ ഈ സിൽവർ ഗ്രേ പോയിട്ട് ഇപ്പോഴും പിറക്കിടാവിന് കേന്ദ്രീയ വിദ്യാലയത്തിൽ അഡ്മിഷൻ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? അവരിപ്പോഴും വയറ്റിപ്പഴപ്പിൽ തന്നെ നിൽക്കുകയാണ്. ദൈവവുമായിട്ട് അവർക്ക് ബന്ധങ്ങളില്ല. ദൈവത്തിൽ വളരുകയോ ദൈവത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ദൈവത്തെ കൊടുക്കാൻ തോന്നും.